നമുക്കിന്ന് 16-ാം തീയതി നടന്ന ഷിഫ്റ്റ് 3-ലെ മാത്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാല്യൂ ഓഫ് ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഡിപ്രീഷിയേറ്റഡ് ഫ്രം 1,33,000 to 72,000 in 3 years. അങ്ങനെയാണെങ്കിൽ ഇയർലി റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 വർഷം മുമ്പ് എന്താണ് 1,33,000 ഉണ്ടായിരുന്ന സാധനം 33,100 ഉണ്ടായിരുന്ന സാധനം 3 വർഷം കഴിഞ്ഞപ്പോൾ 72,900 ആയി. ഇത് നമ്മൾ സാധാരണ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ റേറ്റ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെ ഇത് പ്രിൻസിപ്പിളും ഇത് എമൗണ്ടുമായിട്ട് എടുത്ത് ചെയ്താൽ മതി. അതായത് സാധാരണ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എങ്ങനെയാണോ റേറ്റ് കണ്ടുപിടിക്കുന്നത്, അതായത് വെട്ടിക്കളഞ്ഞു. ഇനി 3 വർഷത്തെ കാര്യം പറയുന്നത് എന്തിൻ്റെയോ ക്യൂബാണ് ഇവിടെ വന്നേക്കുന്നത്. ഇത് മനസ്സിലാക്കണം. എന്താണ് 1331 എന്ന് പറയുന്നത് 11ൻ്റെ ക്യൂബും അതുപോലെ 729 എന്ന് പറഞ്ഞാൽ എന്താ 9ൻ്റെ ക്യൂബാണ്. അതായത് 11 എന്നുള്ളത് 3 വർഷത്തിന് ശേഷം 9 ആയെന്ന് അതിനർത്ഥം. ഇവിടെ എത്രയാണ് കുറഞ്ഞത്? 2 കുറഞ്ഞു. എത്രയിലാണ് കുറഞ്ഞത്? 11 ഇൻറ്റു 100. ഈ 2/11 നമ്മൾ പെർസെൻറ്റേജ് ടേബിളിൽ പഠിച്ച 2/11 വാല്യൂ എത്രയാണ്? 18.181818 എന്ന് പറഞ്ഞ് പോവും. ആൻസർ എത്രയാണ്? 18.18 ആണ് വരുന്നത്. ഈ ഡിപ്രീസിയേഷൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെ എടുക്കാൻ കാരണം എന്താ? കാരണം ഇപ്പം 100 വിലയുള്ള ഒരു സാധനം 5% വെച്ച് ഡിപ്രീഷിയേറ്റ് ആവുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ വർഷം എത്ര? 95%. അടുത്ത വർഷം എന്താണ്? ഈ 95% റിമൈനിങ്ങിലാണ് 5% ആഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് മൊത്തം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെ വർക്ക് ചെയ്യും. അപ്പോൾ ഡിപ്രീസിയേഷൻ നമ്മളെപ്പോഴും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെ എടുക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? 624 ലിറ്റർ മിക്സ്ചറിൽ എന്താണ് റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ എന്ന് പറയുന്നത് 5:3 ആണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്തേക്ക് എന്തോരം കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും? എന്തിനാ? പുതിയ റേഷ്യോ 5:4 കിട്ടാൻ. നമുക്ക് മിൽക്കിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ എടുത്ത് എഴുതാം. ഇവിടെ 5:3 ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? 5:4 ആണ്. ഇവിടെ നമ്മൾ ഇനിഷ്യലും ഫൈനലും ഇത് ഇനിഷ്യൽ ഇത് ഫൈനൽ. അപ്പോൾ ഇനിഷ്യലും ഫൈനലും നോക്കുമ്പം മിൽക്കിൻ്റെ പാർട്ട് എന്താണ്? രണ്ടും സെയിം ആണ്. സാധാരണ ഇങ്ങനെ റേഷ്യോ അല്ല കിട്ടുന്നതെങ്കിൽ എന്താണ് മിൽക്കിൻ്റെ പാർട്ട് രണ്ടും നമ്മൾ സെയിം ആക്കേണ്ട വരും. ഇവിടെ ഓൾറെഡി ഈക്വൽ ആണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഇവിടെ നമുക്ക് എന്താണ് 8ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് എത്രയാണ്? 624 ആണ്. നമ്മളിവിടെ 1ൻ്റെ വാല്യൂ എടുക്കുകയാണെങ്കിൽ എന്താ 7 8 56 വരും. അപ്പം 7 62 56 പോയാൽ എത്രയാണ്? 6 വരും. 6 റിമൈൻഡർ 8 8 64 വരും. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 78 ആണ്. ഇവിടെ ഈ ഒരു യൂണിറ്റാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 78 ആയതുകൊണ്ട് 78 ലിറ്റർ ആണ് വെള്ളം ആഡ് ചെയ്തേക്കുന്നത്. ആൻസർ വരുന്നത് 78, ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ എന്താ ഒരു മനുഷ്യൻ 2 പേന സെല്ല് ചെയ്തു. ഒരെണ്ണം 20% ഗെയിനിലും മറ്റേത് 20% ലോസിലും. അങ്ങനെയാണെങ്കിൽ മൊത്തം അയാൾക്ക് ഉണ്ടായ ലാഭമാണോ നഷ്ടമാണോ എന്ന് ചോദിച്ചത്. നമ്മൾ ഇതിന് മുമ്പത്തെ ഷിഫ്റ്റിൽ നമ്മൾ പറഞ്ഞു. അതായത് സെല്ലിംഗ് പ്രൈസ് SP1 = SP2. അതായത് സെല്ലിംഗ് പ്രൈസ് രണ്ടും ഈക്വൽ ആണ്. അതുപോലെ ഒരേ വാല്യൂ തന്നെ ലാഭവും നഷ്ടത്തിനും വിൽക്കുന്നത്. അതായത് ഇവിടെ 20% ലാഭം 20% നഷ്ടവും ആണെങ്കിൽ എന്താണ് A²/100 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. A എന്ന് പറയുന്നത് എന്താണ്? ഈ 20 ആണ് A എന്ന് പറയുന്നത്. അപ്പോൾ എന്താ 20 × 20 400/100 വരും. അപ്പം 4% നഷ്ടം വരും. -400 വരുമേ. 20 × -20 വരും. 20 × -20 എന്ന് പറയുന്നത് -400. -400/100 എന്ന് പറയുന്നത് -4. അപ്പം 4%. ഈ മൈനസ് സൂചിപ്പിക്കുന്നത് എന്താ? നഷ്ടം എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എന്താണ് ഇവിടെ ഗെയിനാണ്, ഇത് വരത്തില്ല. ഇത് ഗെയിനാണ്, ഇത് വരത്തില്ല. നൈദർ ഗെയിൻ നോർ ലോസ്, അത് വരത്തില്ല. ലോസ് ഒരു ഓപ്ഷനുള്ളൂ, ഫസ്റ്റ് ഓപ്ഷൻ. ഇയാൾക്ക് വിൽക്കുമ്പോൾ മൊത്തം സെല്ലിംഗ് പ്രൈസ് ആയിട്ട് 24 രൂപ കിട്ടും. 24 × -4
ബൈ 100 ചെയ്യുമ്പോൾ എത്ര ഏകദേശം 1 പോയിൻറ്റ് സംതിങ് വരും. 1 പോയിൻ്റ് അല്ല 96 സംതിങ് വരും. 96 പൈസയാണ് നഷ്ടം വരുന്നത്. 96 പൈസ എസ്റ്റിമേറ്റ് 1 റുപ്പി. ഇവിടെ ഇത് സെയിം വാല്യൂ അല്ല എന്നുണ്ടെങ്കിൽ എന്താ, അതായത് ഇപ്പം നമുക്ക് തന്ന 20% ലാഭം 20% നഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10% 15% ആണെങ്കിൽ നമുക്ക് വേറെ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. അതായത് 100 ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് 2xy ബൈ 200 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. എക്സും വൈയും എന്താ ഇതിനകത്ത്, എക്സും വൈയും ലാഭവും നഷ്ടമായിരിക്കും. ചിലപ്പോൾ 2 ലാഭമായിരിക്കും, ചിലപ്പോൾ 2 ഇത് 10 ഇത് 15 ആയിരിക്കും. ഇത് 10 ലാഭവും 15 നഷ്ടമായിരിക്കും. ഈ എക്സിനും വൈയും 10 മൈനസ് 15 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓവറോൾ നഷ്ടം അല്ലെങ്കിൽ ലാഭം എത്രയാണ് കിട്ടും. മൈനസിലാണ് കിട്ടുന്നെങ്കിൽ നഷ്ടം, പ്ലസിലാണ് കിട്ടുന്നെങ്കിൽ ലാഭം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, 2 സെയിം ലെങ്ത്തുള്ള ട്രെയിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നീങ്ങുക. ഒന്നിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 54 കിലോമീറ്ററും മറ്റേത് 90 km/h. അങ്ങനെയാണെങ്കിൽ ഇവർ 12 സെക്കൻഡ് കൊണ്ട് അങ്ങോട്ടും ക്രോസ് ചെയ്ത് പോയി. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഇൻ മീറ്റർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പം എന്താണ്, ട്രെയിനിൻ്റെ സ്പീഡുകൾ നമ്മൾ ആഡ് ചെയ്യും. 54 90 കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്, മൊത്തം സ്പീഡ് റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 144 km/h വരും. സ്പീഡ് ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റൻ ഉപയോഗിക്കുന്നത്. ടൈം നമുക്ക് തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് സ്പീഡ് എന്താണ്, റിലേറ്റീവ് സ്പീഡ് 144 km/h. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ എന്ത് ചെയ്യണ്ടേ, സ്പീഡ് ഇൻറ്റു ടൈം ചെയ്യണം. അപ്പം 144 km/h ഇൻറ്റു അതിനെ മീറ്റർ പെർ സെക്കൻഡ് ആകാനുണ്ട് 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു ടൈം എത്രയാണ്, 12 സെക്കൻഡ് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നതാണ് എന്ത്, 2 ട്രെയിനിൻ്റെയും കൂടെ ലെങ്ത്ത് വരുന്നത്. 2 ട്രെയിനിൻ്റെയും കൂടെ ലെങ്ത്ത് വരുന്നത് പറയുന്ന കാരണം എന്താ, 2 ട്രെയിനും കൂടെ സർപ്പാസ് ചെയ്ത് പോകുമ്പോൾ ഈ 2 ട്രെയിനിൻ്റെ ലെങ്ത്താണ് എന്ത് ടോട്ടൽ ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഇത് ചെയ്ത് കിട്ടുമ്പോൾ 2 ട്രെയിനിൻ്റെയും കൂടെ ലെങ്ത്താണ് കിട്ടുന്നത്. 144/18 ചെയ്യുമ്പോൾ എത്ര 8 എന്ന് വരും. 8×5 40, 40 ഇൻറ്റു 12 ചെയ്യുമ്പോൾ എത്രയാണ്, 40 ഇൻറ്റു 12 ചെയ്യുമ്പോൾ എത്രയാണ് 480 എന്ന് വരും. ഇത് 2 ട്രെയിനിൻ്റെയും കൂടെ ലെങ്ത്തിൻ്റെ സമ്മാണ്. ഇനി നമ്മളോട് പറഞ്ഞാൽ 2 ട്രെയിൻസ് ഓഫ് സെയിം ലെങ്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ 480/2 ചെയ്താൽ എന്താണ്, ഒരു ട്രെയിനിൻ്റെ ലെങ്ത്ത് കിട്ടും. 480ൻ്റെ പകുതി എടുക്കുമ്പോൾ 240 വരും. ഓപ്ഷൻ 3 240 കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, അഞ്ജലി എന്ന് പറഞ്ഞ പെൺകൊച്ചിന് ജോലി തീർക്കാൻ 4 ഇരട്ടി സമയം കുറവ് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോഡിനേക്കാളും കുറവ് മതി എന്നല്ല, അതായത് അഞ്ജലി 4 ഇരട്ടി സമയം എടുക്കും റോഡിനേക്കാളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ജോണിനെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, അഞ്ജലി 3 ടൈംസ് സമയം കൂടുതലെടുക്കും. ഇത് നമുക്ക് റേഷ്യോ ആക്കിയാലോ, അഞ്ജലി റോൺ ജോൺ. അഞ്ജലി റോണിനേക്കാൾ 3 ഇരട്ടി സമയം എടുക്കും, ജോണിനേക്കാൾ 4 ഇരട്ടി സമയം എടുക്കും. 4ലെ 3ലെ LCM നമുക്ക് 12 എടുക്കാം. 12/4 ചെയ്യുമ്പോൾ റോൺ ആ ജോലി എന്താണ് 3 മണിക്കൂർ കൊണ്ട് ചെയ്യും. അതേസമയം അഞ്ജലി എന്താ 12 മണിക്കൂർ കൊണ്ട് ചെയ്യും. ഇനി ഈ ജയനെ അപേക്ഷിച്ച് എത്രയാണ് 3 ഇരട്ടി സമയം എടുക്കുന്ന പറഞ്ഞേക്കുന്നത്. അപ്പം 12/3 ചെയ്യുമ്പോൾ എത്രയാണ്, 12/3 ചെയ്യുമ്പം 4 വരും. അപ്പം ജോൺ ആ ജോലി എനെ അപേക്ഷിച്ച് എത്രയാണ് 4 മണിക്കൂർ കൊണ്ട് ചെയ്യും. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് എടുത്തിട്ട് റേഷ്യോ കമ്പൈൻ ചെയ്താലും മതി. അതായത് A:R എടുക്കുക, അതുപോലെ R:J എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് 4:1 എന്ന് തന്നിട്ടുണ്ട്. A:J തന്നേക്കുന്നത് അത് എത്രയാണ് തന്നേക്കുന്നത്, അത് 3:1 എന്നാണ് തന്നേക്കുന്നത്. ഇതെന്താ, ഇത് സാധാരണ കമ്പൈൻ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ടോട്ടൽ 3:4 തന്നെ ഞാൻ പറ്റും. ഇത് ടൈമിൻ്റെ റേഷ്യോ ആണെങ്കിൽ നമുക്ക് എഫിഷ്യൻസിയുടെ റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പോൾ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫിഷ്യൻസി ഈക്വൽ ടു ടോട്ടൽ വർക്ക് ബൈ ടൈമാണ്. ടോട്ടൽ വർക്ക് ഇവിടെ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ടോട്ടൽ വർക്ക് കോൺസ്റ്റൻ്റ് ആകുമ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആവും. അപ്പോൾ ഇവിടുത്തെ റേഷ്യോയുടെ എല്ലാം ഇൻവേഴ്സ് എടുത്താൽ മതി എനിക്ക് എന്ത് എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടാൻ. അതായത് 1/4
1/12 ഇൻറ്റു അല്ല 1/4 ഈസ്റ്റു 1/12 1/3 വരും. ഫ്രാക്ഷനായിട്ട് കിടക്കുന്ന എഫിഷ്യൻസിനെല്ലാം എനിക്ക് ഫ്രാക്ഷൻ അല്ലാതെ ആക്കണമെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ LCM എടുത്ത് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് എത്രയാണ്? 4, 12, 13 LCM വരുന്നത് എത്രയാണ്? 12 തന്നെയാണ് വരുന്നത്. അപ്പോൾ 12 ഇൻറ്റു 12 കൊടുക്കുക, ഇവിടെ ഇൻറ്റു 12 കൊടുക്കുക, ഇവിടെ ഇൻറ്റു 12 കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 12/4 ചെയ്യുമ്പോൾ ഇവിടെ 3 വരും. അതേസമയം ഇവിടെ എന്താ 12/12 ചെയ്യുമ്പോൾ ഇവിടെ 1 വരും. ഇവിടെ 12/3 ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. അപ്പോൾ ഇതാണ് എൻ്റെ എഫിഷ്യൻസിയുടെ റേഷ്യോ. ഇവിടെ എനിക്ക് എന്താ ടൈമിൻ്റെ റേഷ്യോയും കിട്ടി, എഫിഷ്യൻസിയുടെ റേഷ്യോയും കിട്ടി. ഇനി എന്താണ് ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമുക്കെന്താ അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇവർ 3 പേരും കൂടെ വർക്ക് ചെയ്യുമ്പം ആ ജോലി ഇവർക്ക് തീർക്കാൻ എത്രയാണ്? 4 ദിവസം എടുക്കുമെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ വർക്ക് കിട്ടാൻ ഇവർക്ക് ടോട്ടൽ എഫിഷ്യൻസി ഇൻറ്റു ടോട്ടൽ ഡേയ്സ് ഓഫ് വർക്ക് ചെയ്താൽ മതി. അതായത് നമുക്കിവിടെ ടോട്ടൽ എഫിഷ്യൻസി എത്രയാണെന്ന് അറിയാം. 4 1 5 5 3 8 ആണ് ഇവരുടെ മൊത്തത്തിലുള്ള എഫിഷ്യൻസി ഇൻറ്റു എത്ര ദിവസം ഇവർ വർക്ക് ചെയ്തു. അത് 4 ദിവസം വർക്ക് ചെയ്തവർ. ഇതാണെന്ത് അവരുടെ ടോട്ടൽ വർക്ക്. നമ്മളോട് ചോദിച്ചേക്കുന്നുണ്ട് റോൺ എലോൺ ടേക്ക് ടു ഫിനിഷ് ദ വർക്ക് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം ടോട്ടൽ വർക്ക് 32. റോണിൻ്റെ എഫിഷ്യൻസി എത്രയാണ്? റോണിൻ്റെ എഫിഷ്യൻസി 4. അപ്പം 32/4 ചെയ്യുമ്പോൾ ആൻസർ എന്താ? 8 എന്ന് വരും. ഇതാണ് ആൻസർ, ഓപ്ഷൻ 4. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4πr² ആണ്. റേഡിയസ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 7 എന്ന് തന്നിട്ടുണ്ട്. അപ്പം 4 × 22/7 × 7 × 7 വരും. 7 7 കട്ട് ചെയ്ത് പോയി. പിന്നെ മൊത്തം ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22ൻ്റെ ഇരട്ടി 44, 44ൻ്റെ ഇരട്ടി 88 × 7 വരും. ഇൻറ്റു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 4.5 സെൻറ്റിമീറ്റേഴ്സ് അതായത് 1 സെൻറ്റിമീറ്റർ സ്ക്വയർ പെയിൻറ്റ് ചെയ്യാൻ എത്രയാണ്? 4.5 രൂപയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ചെയ്യാൻ ഇൻറ്റു 4.5 ആവും. ഇതിനെന്താ ഞാൻ 9/2 എഴുതുക. അപ്പോൾ 2 88 വെട്ടിപ്പോയി 44 ആയി. 44 × 7 ചെയ്യുമ്പോൾ എത്രയാണ്? 308 വരും. 308 × 9 ചെയ്യുമ്പോൾ 2772 എന്ന് വരും. 2772, ഓപ്ഷൻ 4. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇവർ രണ്ടുപേരും 3000 4000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരാൾ 3000, മറ്റേയാൾ 4000. മോഹൻ എത്രയാണ്? 3000, സോഹൻ 4000. ഇത് പ്രിൻസിപ്പളിൻ്റെ റേഷ്യോ. ഇനി ടൈമിൻ്റെ റേഷ്യോ എങ്ങനെയാണ്? ആഫ്റ്റർ 6 months സോഹൻ വിഡ്രോ എന്നാണ് പറഞ്ഞേക്കുന്നത്. ടൈമിൻ്റെ റേഷ്യോ വരുമ്പോൾ മോഹൻ 12 മാസം ഇൻവെസ്റ്റ് ചെയ്തു. സോഹൻ 6 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. 6 മാസം കഴിഞ്ഞപ്പോൾ പുള്ളി വിഡ്രോ ചെയ്തു. ഇതിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ എത്രയാണ്? ഇത് 1 2 കട്ട് ചെയ്ത് പോയി. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ്? 3 2 6:4 വരും. അതായത് 3:2 ആണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ. അപ്പോൾ മൊത്തം പ്രോഫിറ്റ് എത്രയാണ്? 3 2 കൂടെ കൂട്ടുമ്പോൾ 5 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്രയാണ്? 540. ഇനി ആരുടെ ഷെയർ നമ്മളോട് ചോദിച്ചേക്കുന്നത്? ദെൻ വാട്ട് ഈസ് ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ മോഹൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. മോഹൻ്റെ ഷെയർ എത്രയാണ്? 3. ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ്? ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 108 വരും. അപ്പോൾ 3 യൂണിറ്റിൻ്റെ വാല്യൂ 324 എന്ന് വരും. ഇതാണ് ആൻസർ, ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കോളേജിൽ മാനേജ്മെൻറ്റ്, എൻജിനീയറിംഗ്, മാനേജ്മെൻറ്റ്, സയൻസ് എന്ന് പറയുന്ന 3 സ്ട്രീമുണ്ട്. ആ സ്ട്രീമുകളിലുള്ള സീറ്റുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 7:8:9 ആണ്. അപ്പം എൻജിനീയറിംഗ്, മാനേജ്മെൻറ്റ്, അതുപോലെ സയൻസ് ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 7:8:9 ആണ്. നമ്മളോട് പറഞ്ഞു there is a proposal to increase the seats by 20%, 30%, 60%. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ന്യൂ റേഷ്യോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക്
ഇവിടെ പെർസെൻറ്റേജൊക്കെ എടുക്കേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും ഒരു 0 ഇട്ട് കൊടുക്കാം. അപ്പം ഇനി 70-ൻ്റെ 20% കൂട്ടുക എന്ന് പറഞ്ഞാൽ അപ്പം 70 × 20/100 ചെയ്യുമ്പോൾ എത്രയാണ്? 14 കൂടും. അപ്പോൾ 70 10 80 ഇത് 84 ആവും. 80-ൻ്റെ 30% കൂടുക എന്ന് പറഞ്ഞാൽ അപ്പം 80 × 30/100 ചെയ്യുമ്പം എത്രയാണ്? 24 കൂടും. 80 10 90 94 സോറി 80 10 90 90 10 100 104 കൂടെ. സയൻസിന് എന്താ 60% കൂടുതലെന്ന് പറഞ്ഞാൽ അപ്പം 90 × 60 / 100 ചെയ്യുമ്പം 6 എടുത്താൽ മതി. 54 സീറ്റാണ് ഇവിടെ കൂടുന്നത്. അപ്പം 90 54 ചെയ്യുമ്പോൾ 144 ഉണ്ടാവും. ഇതാണ് പുതിയ റേഷ്യോ. ഇതെല്ലാം ഇനി ചെറുതാക്കിയാൽ മതി. എല്ലാം 2 കൊണ്ട് വെട്ടാം. 84-ൻ്റെ പകുതി എടുക്കുമ്പോൾ 42 വരും. 104-ൻ്റെ പകുതി എടുക്കുമ്പോൾ എത്ര വരുന്നത്? 52. 144-ൻ്റെ പകുതി എടുക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 72 വരും. ഒന്നുകൂടെ എന്താണ് പകുതി വെച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ 42-ൻ്റെ പകുതി എടുക്കുമ്പോൾ 21, 52-ൻ്റെ പകുതി എടുക്കുമ്പോൾ 26, 72-ൻ്റെ പകുതി എടുക്കുമ്പോൾ 36 വരും. ഇനി എന്താ നമുക്ക് വേണേൽ 3 കൊണ്ട് വെട്ടാൻ പറ്റും. അപ്പം ഇവിടെ 7 വരും. 26-നെ 3 കൊണ്ട് വെട്ടാൻ പറ്റില്ല. അപ്പം ഇതാണ് ഏറ്റവും ചെറിയ ഫോം. 21:26:36. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ? 2 ട്രെയിന് സെയിം ഡയറക്ഷനിലാണ് ഓടുന്നത്. ഒന്നിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 110 km, മറ്റേത് 90 km. ഇത് തമ്മിൽ പാസ് ചെയ്ത് പോകാൻ 54 സെക്കൻഡ് എടുക്കുന്നുള്ളൂ. മൊത്തം 54 സെക്കൻഡേ എടുക്കുന്നുള്ളൂ വൺ അനദർ പാസ് ചെയ്ത് പോകാൻ. അങ്ങനെയാണെങ്കിൽ ഇഫ് ദ ലെങ്ത് ഓഫ് ദ ഒരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തായാലും 130 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ മറ്റേ ട്രെയിനിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താ സ്പീഡ് ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഈ സ്പീഡ് എന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡാണ്. രണ്ടും സെയിം ഡയറക്ഷനിലാണ് നീങ്ങുന്നതുകൊണ്ട് 110-ന് 90 അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ അത് കുറയ്ക്കുമ്പോൾ എത്രയാണ്? റിലേറ്റീവ് സ്പീഡ് 20 km/h എന്ന് വരും. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിസ്റ്റൻസ് 130 എന്ന് പറയുന്ന ഒരു ട്രെയിനിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. മറ്റേ ട്രെയിനിൻ്റെ ലെങ്ത്താണ് നമ്മളോട് കണ്ടുപിടിച്ചേക്കുന്നത്. ഈ 2 ട്രെയിനിൻ്റെയും കൂടെ ലെങ്ത്തിൻ്റെ സമ്മാണ് എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ടൈം തന്നിട്ടുണ്ട് എത്രയാണ്? 52 സെക്കൻഡ് എന്ന് പറയും. ഇനി നമുക്ക് ഇവിടെ ഇത് ഫുള്ള് മീറ്ററിലാണ് കിടക്കുന്നത്, ഇത് ഫുൾ സെക്കൻഡാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് km/h നമുക്ക് m/s ആക്കണം. അപ്പം 130 + x = 52 × 20 km/h m/s ആക്കാൻ 5/18 ചെയ്താൽ. അപ്പം ഇത് വെട്ടിപ്പോകുമ്പോൾ 9, 10. ഞാനിവിടെ എടുത്തപ്പോൾ എനിക്ക് മാറിപ്പോയി. 52 അല്ല 54 54 സെക്കൻഡാണ്. 9 54 കൂടെ വെട്ടിപ്പോകുമ്പോൾ 6 വരും. x = എത്രയാണ്? ഇത് ചെയ്യുമ്പോൾ അതായത് 50 × 6 ചെയ്യുമ്പോൾ 300, 300 - 130 ചെയ്യുമ്പോൾ 170 എന്ന് വരും. 4th ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പം ഇവിടെ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു സർക്കുലർ ട്രാക്ക് ഉണ്ട്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 140 മീറ്ററാണ്. 140 മീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ ചുറ്റി വരാൻ ഇയാൾ 2 മിനിറ്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിയുടെ സ്പീഡ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യം നമുക്ക് എന്താണ് പെരിമീറ്റർ വേണം. പെരിമീറ്റർ ഓഫ് സർക്കിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2πr ആണ്. 2πr മൊത്തം ഡിസ്റ്റൻസ് വരും. അയാൾ അത് എത്ര മിനിറ്റ് കൊണ്ടാണ് കവർ ചെയ്യുന്നത്? 2 മിനിറ്റ് കൊണ്ടാണ് കവർ ചെയ്യുന്നത്. ഇത് ചെയ്താൽ നമുക്ക് സ്പീഡ് കിട്ടും. അപ്പം ഇവിടെ ഓപ്ഷൻ നോക്കുമ്പം എല്ലാം m/min ആയതുകൊണ്ട് നമുക്ക് യൂണിറ്റ് കൺവേർഷൻ ഒന്നും വേണ്ട. ഇത് അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതിയാൽ മതി. 2 × 22/7 × 140/2 മിനിറ്റ് വരും. 7 140 കൂടെ വെട്ടി പോകുമ്പം 20 വരും. അപ്പം 2 വെട്ടിപ്പോയി. 20 × 22 മിനിറ്റ് വരും. 20-ൻ്റെ സ്ക്വയർ എത്രയാണ്? 400 ആണ്. 400-നൊപ്പം 2 22 ആഡ് ചെയ്താൽ മതി. അത് 44 ആഡ് ചെയ്താൽ മതി. അപ്പം 440 കിട്ടും. 44 ആഡ് ചെയ്യണ്ട, 40 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ്? 440 കിട്ടും. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് വരുന്നത്.
ചെയ്യാം. ഫൈൻഡ് ദ മീൻ പ്രപ്പോർഷൻ ഓഫ് 0.75 ആൻഡ് 3 എന്ന് ചോദിച്ചു. അപ്പോൾ എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ മീൻ പ്രപ്പോർഷൻ കാണാൻ എന്താണ് √AB ചെയ്താൽ മതി. അപ്പോൾ √0.75 ഇൻറ്റു 3. ഈ 0.75 എനിക്കിങ്ങനെ എഴുതാൻ പറ്റുന്നത്, അതായത് 75/100 ഇൻറ്റു 3 എഴുതാം. ഈ 75 എനിക്ക് √P 25 ഇൻറ്റു 3 ഇൻറ്റു 3/100 എന്ന് എഴുതാം. ഇപ്പോൾ 25 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 5 വരും. ഈ 3 ഇൻറ്റു 3 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 9 വരും. അത് /100 എന്ന് വരും. 100 അല്ല 10 വരും. അതായത് ഈ 9 അല്ല വരുന്നത്, 3 ആണ് വരുന്നത്. ഓൾറെഡി ഇവിടെ അകത്ത് 9 ഉണ്ടായിരുന്നല്ലോ, അത് പുറത്ത് വരുമ്പോൾ 3 ആവും. അപ്പോൾ 15/10 1.5 ആണ് ആൻസർ വരുന്നത്. സെക്കൻഡ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ എന്താ, ഇഫ് റിഡക്ഷൻ ഓഫ് 10% ഓഫ് പ്രൈസ് ഓഫ് എ റൈസ് എനേബിൾസ് എ പേഴ്സൺ ടു ഒബ്റ്റെയിൻ 22 കിലോ മോർ ഫോർ 750, ദെൻ ഒറിജിനൽ പ്രൈസ് ഓഫ് ദ റൈസ് എത്രയെന്ന് ചോദിച്ചേക്കണം. നമുക്ക് 10% ഫ്രാക്ഷനിലേക്ക് കേൾക്കുമ്പോൾ 1/10 എന്ന് എഴുതാം. അതായത് 10% റെഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. അതായത് 10 9ആയി. ഇനീഷ്യൽ 10 ഉണ്ടായിരുന്നു, ഫൈനൽ 9ആയി. ഇപ്പോൾ 10% റെഡ്യൂസ് ചെയ്തു. ഇതെന്താണ്, ഇത് പ്രൈസിൻ്റെ റേഷ്യോയാണ്. ക്വാണ്ടിറ്റിയുടെ റേഷ്യോ വരുമ്പോൾ ഇതെന്താ ഓപ്പോസിറ്റ് വരും, 9:10 എന്ന് വരും. കാരണം എന്താ, പ്രൈസ് ഇൻറ്റു കൺസപ്ഷനാണ് എന്ത്, എക്സ്പെൻഡിച്ചർ. ഈ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. പണ്ടും അയാൾ 250 രൂപയും കൊണ്ടേ പോകുള്ളൂ, ഇപ്പോഴും എന്താണ് അയാൾ 250 രൂപയും കൊണ്ടേ പോകുള്ളൂ. അപ്പം എക്സ്പെൻസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ പ്രൈസിൻ്റെ റേഷ്യോയുടെ ഓപ്പോസിറ്റാണ് എന്ത്, കൺസപ്ഷൻ റേഷ്യോ വരുന്നത്. ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഈ ഒരു യൂണിറ്റിൻ്റെ, അതായത് വില കുറഞ്ഞ് കഴിയുമ്പോൾ അയാൾക്ക് എത്ര എക്സ്ട്രാ വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 22 കിലോ എക്സ്ട്രാ വാങ്ങാമെന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ് 22 കിലോ ആയി തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 9 ഒരു യൂണിറ്റിൻ്റെ വാല്യൂ 22 കിലോ ആണെങ്കിൽ 9ൻ്റെ വാല്യൂ എത്രയായിരിക്കും, 9 × 22. അയാൾക്ക് 198 കിലോ വാങ്ങാൻ പറ്റും. 250 രൂപയ്ക്ക് 198 കിലോ വാങ്ങാൻ പറ്റുമെങ്കിൽ 1 കിലോയുടെ വില എത്രയാണ്, അതായത് 250 രൂപയ്ക്ക് 198 കിലോ വാങ്ങാൻ പറ്റുമെങ്കിൽ 1 കിലോയുടെ വാല്യൂ ആണ് 250/198 ചെയ്താൽ മതി. ചെയ്യുമ്പോൾ എത്ര, 1.26 കിട്ടും. ഇതാണ് ഒറിജിനൽ വില ഉണ്ടായിരുന്നത് അരിയുടെ. ഓപ്ഷൻ 3. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ. അതായത് HCF ആൻഡ് LCM ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത് 32 192. അതിലൊരു നമ്പർ നമ്മളോട് പറഞ്ഞേക്കുന്നത് 64. അങ്ങനെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് എത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ LCM ഇൻറ്റു HCF എന്ന് പറയുന്നത് എത്രയാണ്, ടു പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര വരുന്നത്, 32 ഇൻറ്റു 192 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 64 ഇൻറ്റു എക്സ് ആണ്. ഇവിടെ 32 കട്ട് ചെയ്ത് പോയി, 1 2 എന്ന് പറഞ്ഞാൽ എത്ര, 192/2 വരും. 96 കിട്ടും എക്സിൻ്റെ വാല്യൂ. ഒരു നമ്പർ 96, മറ്റേ നമ്പർ നമ്മുടെ കയ്യിലുണ്ട്, എത്രയാണ്, 64 രൂപ. അപ്പോൾ 96 - 64 ചെയ്യുമ്പോൾ എത്ര വരുന്നത്, 32 എന്ന് വരും. ഇതാണ് സെക്കൻഡ് നമ്പർ. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഇത് നമ്മളോട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബോർഡ് അനുസരിച്ച് ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ചെയ്യണം. 2² + 2 എന്ന് പറയുന്നത് 4 + 2 6 വരും. 6/16 - 4 എന്ന് പറയുന്നത് 12 വരും. ഇവിടെ അപ്പുറത്തൊരു -2, ഇവിടെ ഒരു 6+ കിടപ്പുണ്ട്. ഇനി ബ്രാക്കറ്റ് കഴിഞ്ഞ് പിന്നെന്താണ് ഡിവൈഡാണ് ചെയ്യേണ്ടത്. അപ്പം 12/6 ചെയ്യുമ്പോൾ 2 വരും. 6 + 2 - 2 വരും. ആൻസർ എന്താണ്, 6 ആണ് വരുന്നത് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഒരു കുടുംബത്തിലെ
എക്സ്പെൻസ് തന്നിരിക്കുന്നത്. അതായത് റൈസ്, പെട്രോൾ, ഓയിൽ എന്ന് പറയുന്നത് 8:11:6 അതുപോലെ ഇതിനകത്തെല്ലാം ഒരു ഇൻക്രീസ് ഉണ്ടാവുക. അതായത് റൈസിൽ 10%, പെട്രോളിൽ 20%, ഓയിലിൽ 30% ഇൻക്രീസ് ഉണ്ടാവുക. അങ്ങനെയാണ് പുതിയ റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. പുതിയ റേഷ്യോ അല്ല ചോദിച്ചേക്കുന്നത് എന്താ, ഇതിനെല്ലാം ഇത്ര ശതമാനം വെച്ച് കൂടുമ്പം ടോട്ടൽ ഉണ്ടാകുന്ന എക്സ്പെൻസിൽ നിന്ന് എന്തോരമാണ് ഇൻക്രീസ് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചത്. അപ്പോൾ ഇവരുടെ റേഷ്യോ എന്താണ്, 8:11:6 ആണ്. അപ്പോൾ പെർസെൻറ്റേജ് കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് എല്ലായിടത്തും ഓരോ 0 ഇട്ട് കൊടുക്കുക. അപ്പം 80-ൻ്റെ 10% കൂടി എന്ന് പറഞ്ഞാൽ എത്ര, 80 × 10/100 വരും. 0 വെട്ടിപ്പോയിട്ട് എത്ര, 8 കൊടുത്തുള്ളൂ. അപ്പം 88 ഇനി 110 110-ൻ്റെ 20% കൂടുന്നത്. 110 × 20/100 ചെയ്യുമ്പം 110-ലെ ഒരു 0, 20-ലെ ഒരു 0 വെട്ടിപ്പോയിട്ട് 11 × 2 ആവും. ഇവിടെ എത്രയാണ് കൂടുന്നത്, 22 കൂടുന്നത്. 110-ഉം 20-ഉം ചെയ്യുമ്പോൾ 130 132 ആവും ഇവിടെ. ഇനി 60-ൻ്റെ 30% എടുക്കുമ്പോൾ എത്രയാണ്, 60-ൻ്റെ 30% കൂടുന്നത്. അപ്പോൾ 60 × 30 ÷ 100 ചെയ്യാം. അപ്പം 6 × 3 വരും. അപ്പം 18 ഇവിടെ കൂടുന്നത്. അപ്പം 60-ഉം 10-ഉം 78 ആവും ഇവിടെ. അപ്പം കൂടുന്നതിന് മുമ്പ് ഇവരുടെ എക്സ്പെൻസിൻ്റെ സം എത്രയായിരുന്നു, 250 കൂടി കഴിഞ്ഞതിന് ശേഷം എത്രയാണ്, ഇതെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പം 298 ആവും. ഇപ്പം എത്രയാണ് കൂടിയിരിക്കുന്നത്, 48 കൂടിയിരിക്കുന്നത്. അപ്പം 48/250 150 × 100 0 കിട്ടിപ്പോയി. 450/25 ചെയ്യുമ്പോൾ ഏകദേശം 19.2 വരും. ഇതാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 4. അങ്ങനെ അടുത്ത ക്വസ്റ്റിലേക്ക് നീങ്ങിയാലോ. നമുക്കാദ്യം ഇവിടെ എന്താണ് ടോട്ടൽ വർക്ക് എടുക്കാം. ടോട്ടൽ വർക്ക് എന്ന് പറയുന്ന ആദ്യത്തെ 35 ദിവസം 100 men നിന്ന് വർക്ക് ചെയ്തു. അതിനുശേഷം 5 ദിവസം എന്താണ് 200 men നിന്ന് വർക്ക് ചെയ്തു. ഇത് ചെയ്യുമ്പോൾ എത്രയാണ്, 3500-ഉം ഇത് 5 2 10 2 0 1000 അപ്പം 3500-ഉം 1000 4500 ടോട്ടൽ വർക്ക് ഉണ്ടാകുന്നത്. ഇനി 40 ദിവസം 100 പേര് നിന്ന് വർക്ക് ചെയ്യുമ്പം എന്താ സംഭവിക്കുക, 4000 വർക്കേ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. 500 വർക്ക് പെൻഡിങ് വരും. ഈ 500 ജോലി ഇനി എന്താണ്, ഈ 100 പേര് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ 5 ദിവസം എക്സ്ട്രാ എടുക്കും, 5 ദിവസം ഡിലേ ആവും. അതാണ് ആൻസർ വരുന്നത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം. അതായത് 100 പേര് 40 ദിവസം കൊണ്ട് പണിത് തീർക്കുന്നതായിരുന്നു എൻ്റെ പ്രിൻസിപ്പളിൻ്റെ കണക്ക്. അപ്പം ഇവിടെ 4000 ആയി. പക്ഷേ ശരിക്കും നടന്ന എന്താ, 35 ദിവസം 100 പേര് നിന്ന് പണിതു. അതിനുശേഷം പുള്ളിക്ക് മനസ്സിലായി ഇത് തീരത്തില്ലാന്ന്. അപ്പം ബാക്കിയുള്ള 5 ദിവസം 200 പേര് നിന്ന് പണിതു. എക്സ്ട്രാ 100 പേര്, അതായത് 35 ദിവസം 100 പേര് നിന്ന് പണിതു. അവസാനത്തെ 5 ദിവസം 100 പേര് നിന്ന് പണിയുന്നതിന് പകരം എക്സ്ട്രാ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നു, 100 പേരെ കൊണ്ടുവന്നു. അപ്പം അവസാനത്തെ 5 ദിവസം 200 പേര് നിന്ന് പണിതു. അപ്പം മൊത്തം വർക്ക് എത്രയാണ് വരുന്നത്, ഇത് 3500 പ്ലസ് 5 2 10 1000 വരും. 3500-ഉം 1000 കൂടെ കൂട്ടി എത്രയാണ്, 4500 ഇവിടെ ടോട്ടൽ വർക്ക് വരും. പക്ഷേ ഇവിടെ എന്താണ് 4000 വർക്കേ 40 പേര് 100 ദിവസം നിന്ന് പണിതാൽ ഉണ്ടാവുള്ളൂ. ഈ എക്സ്ട്രാ വന്ന 500 വർക്കും കൂടെ ആരിൽ നിന്ന് ചെയ്യേണ്ടി വരും, 100 പേരുടെ ടീം ചെയ്യേണ്ടി വരും. അപ്പം 5 ദിവസം ഡിലേ ഉണ്ടാവും. 17ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, 12000 പ്രിൻസിപ്പൾ എന്താവുന്നത്, 15972 ആവും എമൗണ്ട് ആവും. 10% ഇൻട്രസ്റ്റിൽ. നമ്മളോട് ചോദിച്ചിരുന്നത് ഫൈൻഡ് ടൈം പീരീഡ് എത്രയെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ 10% എടുക്കുമ്പോൾ എത്രയാണ്, 1/10 ആണ്. അതായത് 10 എന്നുള്ള പ്രിൻസിപ്പിൾ 1% ഇൻട്രസ്റ്റ് കൂടി 11 ആവും, എമൗണ്ട് ആവും. അപ്പം പ്രിൻസിപ്പിൾ എന്നുള്ളത് 10-ഉം എമൗണ്ട് എന്നുള്ളത് 11 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% വെച്ച് നോക്കുമ്പോൾ ഞാൻ രണ്ട് സൈഡിലും 12 കൊണ്ട് വെട്ടുമ്പോൾ
ഇവിടെ എന്താ 1000 എന്നാവും. അതേസമയം ഇവിടെ എന്താണ് 1331 ആവും. ഇത് രണ്ടും എനിക്ക് പരിചയമുള്ള സംഖ്യകളാണ്. എന്താണ്, ഒന്ന് 10 ക്യൂബും മറ്റേത് 11 ക്യൂബും. നമ്മൾ നേരത്തെ പറഞ്ഞ് റേഷ്യോയിൽ തന്നെ അല്ലേ വന്നേ, നോക്കി. അപ്പോൾ ഇവിടെ ഈ മുകളിൽ കിടക്കുന്ന ഈ ക്യൂബ് എന്നുള്ളത് എന്താണ് 3 ആണ് വന്നേക്കുന്നത്. അപ്പം 3 years ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ഒരു സാധനത്തിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 10,550 രൂപ. ഇതിന് ഈ പുള്ളി ഡിസ്കൗണ്ട് കൊടുത്തു. എത്രയാണ്? 18% ഡിസ്കൗണ്ട് കൊടുത്തത്. അപ്പോൾ 18%, 100 18 പോയി കഴിഞ്ഞാൽ എത്രയാണ്? ബാക്കിയുള്ള 82%. അപ്പം ബാക്കിയുള്ള 82% എത്രയാണ് കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ്. 55-ന് 5 കൊണ്ട് കിട്ടുമ്പോൾ എത്ര വരുന്നത്? 211 വരും. ഇവിടെ 2 വരും. അതുപോലെ 82 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 41 വരും. 211 ഇൻറ്റു 41 ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. കാണുമ്പോൾ തന്നെ നമുക്കറിയാം യൂണിറ്റ് ഡിജിറ്റ് 1 വരത്തുള്ളൂ. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 1 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. അതേതാണ്? ഓപ്ഷൻ 2, 8651 രൂപ. അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. 8651 രൂപ. ഈ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ഒരു ഫോണിൻ്റെ വില എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ആ കടക്കാരൻ എന്താണ് 10% ഡിസ്കൗണ്ട് ആദ്യം കൊടുത്തു. അതിനുശേഷം പുള്ളി ഒരു ഡിസ്കൗണ്ടും കൂടെ കൊടുത്തതിന് ശേഷം 8,500 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണ് ആ രണ്ടാമത് കൊടുത്ത ക്യാഷ് ഡിസ്കൗണ്ട് എത്ര % ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 10,000 രൂപയുടെ 10% എത്രയാണ്? 1000 രൂപയാണ്. അപ്പോൾ 1000 രൂപയാണ് ആദ്യം ഡിസ്കൗണ്ടായിട്ട് കുറയുന്നത്. 10,000-ന് 1000 കുറഞ്ഞാൽ 10,000-ന് 1000 കുറഞ്ഞാൽ ബാക്കി 9,000 രൂപ ഉള്ളൂ. ഇനി 9,000-ൽ ഒരു ഡിസ്കൗണ്ടും കൂടെ കൊടുത്തിട്ട് പുള്ളി 8,500 രൂപയ്ക്കാണ് വിറ്റത്. അപ്പം 500 രൂപയാണ് കുറഞ്ഞത്. എത്രയിൽ? 9,000-ൽ. അപ്പം 500 ബൈ 9,000 ഇൻറ്റു 100. ഇവിടെ 0 കട്ട് ചെയ്ത് പോയി. ഇവിടെ ഈ 0 കട്ട് ചെയ്ത് പോയി. അപ്പോൾ 50 ബൈ 9 ചെയ്യുമ്പോൾ എത്രയാണ്? 5.555 വരും. അപ്പം 5.55 റൗണ്ട് ചെയ്ത് 5.56 ആക്കാം. ഓപ്ഷൻ 4. എന്താ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ കോൺ ഹോസ് ഹൈറ്റ് എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്റർ, റേഡിയസ് എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ. വോളിയം ഓഫ് കോണിൻ്റെ ഇക്വേഷൻ എന്താ? 1/3 πr² ആണ്. 1/3 ഇൻറ്റു 22/7 ഇൻറ്റു റേഡിയസ് എത്രയാണ് തന്നിരിക്കുന്നത്? 14 ഇൻറ്റു 14 ഇൻറ്റു ഹൈറ്റിന് എന്താണ്? ഹൈറ്റിൻ്റെ സ്ഥലത്ത് 24 ഇട്ട് കൊടുക്കുക. അപ്പോൾ 7-ഉം 14-ഉം കട്ട് ചെയ്ത് പോയി 2 ആയി. 3-യും 24-ഉം കൂടെ കട്ട് ചെയ്ത് പോകുമ്പോൾ 8 വരും. അപ്പം 22 ഇൻറ്റു 20 82 8 ചെയ്യുമ്പോൾ എത്ര വരും? 4,928 എന്ന് വരും. 4,928. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 2. ഈ 3ാമത്തെ ഷിഫ്റ്റിലെ എല്ലാ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ.